ഹായ് ഓൾ, നമുക്ക് ട്രയാങ്കുലേഷൻ എന്ന ടോപ്പിക്കിനകത്ത് ഇൻ്റർവിസിബിലിറ്റി ഓഫ് സ്റ്റേഷൻസ് ആ ഒരു ടോപ്പിക്കിൽ വരുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ ഫോർമുലയെ നിങ്ങൾക്ക് ഈ പ്രോബ്ലത്തിൽ പഠിക്കാനുള്ളൂ, ഫോർമുലയായിട്ട് പഠിക്കാം. അപ്പോൾ അത് വെച്ചിട്ട് വരുന്ന ആദ്യം ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ക്വസ്റ്റ്യൻ ആണിത്. 2 സ്റ്റേഷൻസ് P and Q 81 kilometer apart are fixed on either side of C. Instrument axis at P is 39 meter above mean sea level. Elevation of Q is 207 meter above mean sea level. Calculate the minimum height of signal at Q. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളിതിൽ ഒരു മീൻ സീ ലെവൽ എന്ന ആ ഒരു പോർഷൻ കാണിച്ചിരിക്കുന്നതിന് നമ്മുടെ സ്മോൾ പി സി ക്യു എന്ന് പറഞ്ഞിരിക്കുന്ന ലൈനായിട്ട് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് മുകളിൽ ഈ പിയും ക്യൂവും തമ്മിൽ 81 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ദെൻ പിയുടെ ഹൈറ്റ് എത്രയാണ്? 39 ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആൻഡ് എലിവേഷൻ ഓഫ് ക്യൂ ഈസ് 207 മീറ്റർ എബവ് മീൻ സീ ലെവൽ. ഓക്കെ, ആ രീതിയിൽ ചിന്തിക്കുക. ആ H1 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്, അതായത് ബോട്ടം പി എന്ന പോയിന്റ് മുതൽ ആ കാണിച്ചിരിക്കുന്ന ലൈനിൻ്റെ ടോപ്പ് വരെ, അതായത് H1 എന്ന ഡിസ്റ്റൻസ് ആണ് 39, H2 എന്ന ഡിസ്റ്റൻസ് 207 മീറ്റർ. അപ്പോൾ H1ൻ്റെ മുകളിൽ ഒരു ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട്, അതായത് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലൈൻ ഓഫ് സൈറ്റ് H1 അവിടെ വെച്ചിട്ട് നമ്മൾ ക്യൂവിലേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന ക്യൂ എന്ന പോയിൻ്റ്, അതായത് 207 മീറ്റർ ഹൈറ്റുള്ള ക്യൂ എന്ന പോയിൻറ്റിൻ്റെ ടോപ്പ് കാണാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ എത്ര മീറ്ററിൻ്റെ ഒരു സിഗ്നൽ വെച്ചിട്ടാണ് അവിടെ നമ്മൾ ക്യൂ ഇപ്പോൾ വിസിബിൾ ആക്കിയിരിക്കുന്നത്. അതായത് ക്യൂവിലിപ്പോൾ 207 മീറ്റർ എന്ന് ഉണ്ട്, അത് എത്ര മീറ്ററിൻ്റെ ഒരു സിഗ്നൽ വെച്ചാലാണ് നമുക്കതിൻ്റെ ടോപ്പ് കാണാൻ പറ്റുന്നത് എന്നുള്ളൊരു കാൽക്കുലേഷനൊക്കെയാണ് നമ്മൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെറുതായിട്ടൊന്ന് ചോദിച്ചേക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു മാക്സിമം വിസിബിൾ ഹൊറിസോൺ എന്നൊരു സംഭവമുണ്ട്. അതായത് നേരത്തെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു, നമ്മൾ കടൽ തീരത്ത് നിന്ന് നോക്കുമ്പോൾ കുറേ ഡിസ്റ്റൻസ് കഴിയുമ്പോൾ നമ്മുടെ ലാൻഡും സ്കൈയും തമ്മിൽ വന്ന് മീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും, അല്ലേ? ആകാശം വന്ന് കടലിൽ ടച്ച് ചെയ്യുന്നു, ആ രീതിയിൽ തോന്നും. അപ്പോൾ അതാണ് നമുക്ക് മാക്സിമം വിസിബിളായിട്ട് കാണുന്ന ഒരു ഏരിയ. നമ്മൾ ഏതൊരു സ്ഥലത്ത് നിന്നാലും നമുക്ക് ഇതുപോലെ ഒരു പോർഷൻ ഉണ്ടാകും. കുറേ ഡിസ്റ്റൻസ് ചെല്ലുമ്പോൾ ആകാശവും ഭൂമിയും കൂടെ ലാൻഡിൽ ചെന്ന് മുട്ടുന്നതായിട്ട് തോന്നും. ഇത് നമ്മൾ ഹൈറ്റുള്ള ഏരിയയിലാണ് ചെന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം വിസിബിൾ ഹൊറിസോൺ വളരെ ദൂരെ ആയിരിക്കും, വളരെ നല്ല ഡിസ്റ്റൻസിൽ കിട്ടും. മറിച്ച് നമ്മൾ താണ ഒരു പോർഷനിലാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം വിസിബിൾ ഹൊറിസോൺ ചെറുതായിരിക്കും. അതുകൊണ്ട് കടൽ തീരമൊക്കെ കുറച്ച് താണ ഏരിയ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കതിങ്ങനെ കുറച്ച് ദൂരേക്ക് നോക്കുമ്പോൾ തന്നെ ആ വിസിബിൾ ഹൊറിസോൺ തീരുന്നതായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്കിവിടെ H1 എന്ന പോയിന്റിൽ ആ ഒരു ഹൈറ്റ് അനുസരിച്ച്, അതായത് 39 മീറ്റർ എന്ന ഒരു ഹൈറ്റ് അനുസരിച്ച് അവിടെ നിന്ന് കാണാൻ പറ്റുന്ന മാക്സിമം വിസിബിൾ ഹൊറിസോൺ എന്ന് പറയുന്നത് D1 എന്ന ഡിസ്റ്റൻസ് ആണ്. അതായത് അത്രയും ദൂരം എത്തുമ്പോൾ നമ്മുടെ ലൈൻ ഓഫ് സൈറ്റ് വന്ന് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ അതാണ് H1ൽ നിന്ന് ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നത്, സിയിൽ വന്ന് ടച്ച് ചെയ്യുന്നതായിട്ട്. ആ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ D1 ഈസ് ഈക്വൽ ടു √H1 ഡിവൈഡഡ് ബൈ 0.06735. ഓക്കെ, അപ്പോൾ അതിൽ H1 എന്ന് പറയുന്നത് നമുക്ക് 39 ആണ്. ആ 39 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് D1ൻ്റെ ഡിസ്റ്റൻസ് 24.064 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടി. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഹൈറ്റ് Hനെ മീറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി വിൽ ഗെറ്റ് ദ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ. അപ്പോൾ മീറ്ററിൽ 39 മീറ്റർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ D1ൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് 24.064 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ ബാക്കി വരുന്നതാണ് D2 എന്ന്, അതായത് P മുതൽ C വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്കിപ്പോൾ D1 എന്ന് കിട്ടിയത്. ബാക്കി വരുന്നതാണ് എത്ര? അതായത് ടോട്ടൽ 81ൽ നിന്ന് ഈ പറയുന്ന 24.064 മൈനസ് ചെയ്താൽ നമുക്ക് ബാലൻസ് D2 ഡിസ്റ്റൻസ് കിട്ടും. അങ്ങനെ D2 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി H2 ഡിസ്റ്റൻസ് എത്രയായിരിക്കണം എന്നൊരു കാൽക്കുലേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. H2 എത്രയായിരുന്നു അല്ലെങ്കിൽ എത്രയായിരിക്കണം, അതിന് നമ്മളിപ്പോൾ ചെയ്ത D1 ഈസ് ഈക്വൽ ടു √H1 ബൈ 0.06735 ആണെങ്കിൽ, സിമിലർലി D2 ഈസ് ഈക്വൽ ടു √H2 ബൈ 0.06735 ആണ്. മനസ്സിലായോ? D1ഉം സെയിം ഒറ്റ ഫോർമുലയിൽ തന്നെ D1 ഈസ് ഈക്വൽ ടു √H1 ബൈ 0.06735, അതുപോലെ D2 ഈസ് ഈക്വൽ ടു
H2/0.06735 ആണ്. അങ്ങനെ ഒരു ഫോർമുല എഴുതിയിട്ട് അതിനെ സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ് കൊടുത്താൽ d2 സ്ക്വയർ ഈസ് ഇക്വൽ ടു H2/0.06735 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. H2 ഈസ് ഇക്വൽ ടു d2 സ്ക്വയർ ഇൻറ്റു 0.06735. അങ്ങനെ H2വിൻ്റെ വാല്യൂ 218.331 എന്ന് കിട്ടി. അതായത് ലൈൻ ഓഫ് സൈറ്റ് നമ്മൾ ഈ രീതിയിൽ പോയാൽ ഗ്രൗണ്ടിലൂടെ ടച്ച് ചെയ്ത് അപ്പുറത്തെ സൈഡിലേക്ക് പോയാൽ അവിടെ 218.331 അത്രയും ഹൈറ്റ് ഉണ്ടെങ്കിലേ നമുക്ക് ലൈൻ ഓഫ് സൈറ്റ് അതിലേ ചെന്ന് അവിടെ ക്യൂവിലിരിക്കുന്ന അവിടെ ചെന്ന് ടച്ച് കാണാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. പിടി കിട്ടിയോ? അതായത് ക്യൂവിലിരിക്കുന്ന സ്ഥലത്ത് 218.331 വേണം. അത്രയും ഉണ്ടെങ്കിലേ നമുക്ക് H1-ൽ നിന്ന് പിയിൽ നിന്ന് നോക്കിയാൽ അവിടെ കാണാൻ പറ്റത്തുള്ളൂ. മറിച്ച് ക്യൂവിൽ ഇപ്പോൾ എത്ര അവൈലബിൾ ആയിട്ടുള്ളത്? അവിടെ ഇപ്പോൾ 207 ഉള്ളൂ. ദാറ്റ് മീൻസ് 207 ഇരുന്നാൽ പോരാ, അവിടെ 218.331 ഇരുന്നാലേ നമുക്കവിടെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇരിക്കുന്ന 207ൻ്റെ മുകളിൽ നമ്മളൊരു റേഞ്ചിങ് റോഡ് അല്ലെങ്കിൽ ഒരു സിഗ്നലിനെ വെച്ച് കെട്ടണം. ഒരു റേഞ്ചിങ് റോഡ് അതിൻ്റെ പുറത്ത് വെച്ച് കെട്ടുക എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത്. ഒരു സിഗ്നൽ അതിൻ്റെ മുകളിൽ വയ്ക്കുക. എത്ര മീറ്റർ ഹൈറ്റിലെ സിഗ്നൽ വേണം? അത് 218ഉം 207 തമ്മിലുള്ള ഡിഫറൻസ് 218.331 മൈനസ് 207, അതായത് 11.331 മീറ്റർ ഹൈറ്റ് അവിടെ കുറവാണ്. അത്രയും ഹൈറ്റിലുള്ള ഒരു സിഗ്നൽ കൂടെ വെച്ചാൽ നമുക്ക് H1-ൽ നിന്ന് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നോക്കിയാൽ H2വിൻ്റെ മുകളിൽ കാണാൻ പറ്റും. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ ഒരു ഫോർമുല മാത്രമേ ഉള്ളൂ. ഇത് വെച്ചിട്ട് വരുന്ന വലിയ പ്രോബ്ലംസാണ് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോ മുതൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്.